ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഈ തിച്ചൂരുള്ള പറങ്ങോട്ടുചാട്ടിൽ തറവാട്ടിലാണ്. ഇന്നിവിടെ പാമ്പന്തുള്ളലാണ്. പാമ്പന്തുള്ളൽ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. അപ്പോൾ നമുക്ക് പാമ്പന്തുള്ളലിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും വളരെയധികം വിലപ്പെട്ടതാണ്, മറക്കല്ലേ. ശ്രീനാഗരാജാ വാഴ്ക വാഴ്ക, ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക, ശ്രീനാഗരാജാ വാഴ്ക വാഴ്ക, ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക. തിച്ചൂര് പറങ്ങോട്ടുചാട്ടിലെ തറവാട്ടമ്പലാണ് ഈ കാണുന്നത്. അത് കൃഷ്ണമാമൻ പറയും. ഞങ്ങളുടെ കാർന്നറായിട്ട് വരും. മന്ത്രവാദിയായിരുന്നു ആദ്യം. ശങ്കരാമയെ സേവിക്കുന്ന ആളാണ്. അപ്പോൾ അവർ രണ്ടാളും ഒരെതിരുണ്ടായിരുന്നു. എന്നിട്ട് അവരെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവർ മാറിയിരിക്കണം പറഞ്ഞിട്ട് കൽച്ചെല്ലാം അവിടെ നടത്തണം. മാറിയിരിക്കണം പറഞ്ഞിട്ട് അവർ വേറെ വെച്ചതാണ്. അത് ഇവിടെ ഇരിക്കുന്ന ആൾ തന്നെയാണ്. ഈ ഇതിരിക്കുന്നത് തറയാണ്. അപ്പോൾ ആളുകൾ എന്താ വെച്ചാൽ ഉത്തമമായിട്ട് പൂജ ഇത് ചെയ്യും. മറ്റേ പൂജ കലശം കാര്യങ്ങൾ അരി ചെയ്യും. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ ശങ്കരകാലമ്മ അത് മാസപൂജ ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ ശങ്കരൻകാവിലമ്മ. ഈ ക്ഷേത്രത്തിൽ നമ്മുടെ തറവാട്ട് കാരണവര് കൃഷ്ണമാമൻ. പിന്നെ ഈ തറയിലോ അത് കൃഷ്ണമാമ തറവാട്ടുകാരൻ. ഇത് നമ്മുടെ പാമ്പൻകാവ്. ഈ പാമ്പൻകാവിലെ പാമ്പന്തുള്ളലാണ് അപ്പുറത്തെ തറവാട്ടിൽ നടക്കണം അല്ലേ. ഇവിടെ തുള്ളൽ നടത്താനുള്ള സ്ഥല സൗകര്യം കുറവായ കാരണം തൊട്ടപ്പുറത്തെ വീട്ടിലെ തറവാട്ട് മുറ്റത്താണ് നടക്കുന്നത്. നമ്മുടെ പറങ്ങോട് ചാട്ടിലെ പാമ്പന്തുള്ളലാണ്. അപ്പോൾ പാമ്പന്തുള്ളലിൻ്റെ വിശേഷങ്ങളാണ്. ഇവിടുത്തെ കാരണവന്മാരാണ്. ഉണ്ണിഷേട്ടനാണ് ഇപ്പോഴത്തെ കാരണവർ. ഉണ്ണിഷേട്ടൻ നമ്മുടെ ഈ പാമ്പന്തുള്ളൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 98 തൊട്ട് തുടങ്ങിയതാണ്. 98 തൊട്ട് തുടങ്ങിയതാണ്. എല്ലാ വർഷവും നടത്തി പോരാറുണ്ടോ? ഒരു 5 കൊല്ലം തുടർന്നുണ്ടായി. ഇടവേള കഴിഞ്ഞിട്ട് വീണ്ടും 5 കൊല്ലം വീണ്ടും തുടങ്ങി. ഇപ്പൊ 12ാമത്തെ കൊല്ലാണ് ഇപ്പൊ ഈ നടക്കുന്നത്. ഇതിപ്പോ എത്ര ദിവസത്തെ? 4 ദിവസമാണ് ഇപ്പൊ നടത്തുന്നത്. 4 കളം, ഒരു ഭൂതക്കളം, ഒരു തേരേറ്റം. 6 ദിവസം. ഇതിപ്പോ തുടങ്ങിയിട്ട് 2-3 മൂന്നാമത്തെ ദിവസം. ഇനി 3 ദിവസം കൂടി ഉണ്ട്. ശ്രേഷ്ഠനാകും ഇഷ്ടേശ്വരൻ ദേവൻ വാഴ്ക വാഴ്ക. നെല്ലും ധനവും ഏറിടുവാൻ പൊന്നും തിരുവടി വാഴ്ക വാഴ്ക, ശ്രീനാഗരാജാ വാഴ്ക വാഴ്ക, ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക. എല്ലാം അറിയുന്ന പറങ്ങോട്ടുചാട്ടിലെ തറവാട്ടുകാരുടെ തറവാട്ടമ്പലത്തിൻ്റെ മൂലസ്ഥാനമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ശരിക്കുള്ള മൂലസ്ഥാനം. ഇത് കറുകുപത്തൂർ സെൻറ്ററിൽ നിന്ന് നമ്മുടെ നെല്ലുവായ റോഡിന് വരുമ്പോൾ കറുകുപത്തൂർ പള്ളിയുടെ ഓപ്പോസിറ്റായിട്ട് ഒരു പപ്പട കമ്പനിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ചാഴിറ്റി സ്കൂളിലേക്ക് പോണ വഴിയിലാണ് ഈ തറവാട്ടമ്പലം. അപ്പോൾ ഈ തറവാട്ടമ്പലത്തിൽ വന്നിട്ട് ഈ തുള്ളാനിരിക്കുന്ന നാഗകന്യകമാരും തുള്ളാനിരിക്കുന്ന കന്യകമാരൊക്കെ ഇവിടെ വന്ന് എല്ലാ ദിവസവും വൈകുന്നേരം തൊഴുത് പോയതിന് ശേഷമാണ് അവിടെ തുടങ്ങുള്ളൂ. ഇദ്ദേഹം കളത്തിക്കമ്പളാണ്. ഈ പൂജകൾ കളത്തിലെ പൂജയും പാമ്പൻകാവിലെ പൂജയൊക്കെ ചെയ്യണ ഇദ്ദേഹമാണ് കളത്തിക്കമ്പൾ. അങ്ങനെ ഇവരെ എല്ലാവരും ഈ
തറവാട്ടമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകും. അപ്പോഴത്തേക്കാണ് അവിടെ തുടങ്ങുള്ളൂ. ഈ അമ്പലത്തിലാണ് ശങ്കരൻകാവിലെ അമ്മ, പിന്നെ ശങ്കരൻകാവിലെ അമ്മയെ സേവിച്ചിരുന്ന കൃഷ്ണമ്മാവൻ എന്ന് പറയും ഇവരുടെ കാരണര്. അവർ രണ്ടുപേരാണ് ആ അമ്പലത്തിൽ. മണിനാഗത്തറയിൽ പൂജ നടത്തുകയാണ് നമ്മുടെ കളത്തിക്കമ്മൾ. അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ കരിനാഗത്തറ ഉണ്ട്, ആ തറയിലെയും പൂജ നടത്തും. ഇതിനൊക്കെ ശേഷമാണ് ഇവിടുന്ന് നമ്മുടെ തിച്ചൂർ പാമ്പുതുള്ളി നടക്കുന്ന തറവാട്ടിലേക്ക് പോവുക. കാത്തിടേണം ശ്രീനാഗരാജ വാഴ്ക വാഴ്ക, ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക. പുറ്റും മുട്ടയും കാഴ്ച വയ്ക്കാം, ഉപ്പും മഞ്ഞളും നേർച്ച വയ്ക്കാം. കമുകിൻ പൂമാലയിൽ ശോഭിച്ചിടും കമനീയ രൂപത്തെ കൈവണങ്ങാം. മാമുനി പുങ്കവൻ പരശുരാമൻ ചേലിൽ പ്രതിഷ്ഠിച്ച ദൈവമല്ലോ, ആയുസ്സും അർത്ഥവും വീട്ടിലടക്കി മണം കൂട്ടിയിട്ട് ഇങ്ങോട്ട് തരിക. കളത്തിന്റെ വീട്ടുകാർ കിഴക്കേ നടക്കിൽ നിന്നിട്ട് നല്ല പ്രാർത്ഥിക്കുക. കുടുംബ ഐശ്വര്യം ഉണ്ടാവാനും കുടുംബ ഐക്യതയ്ക്കും രോഗാദി ദുരിതത്തിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ടും ഉദ്ദിഷ്ട കാര്യം സിദ്ധിക്കും. അവരെ ജോലി സംബന്ധമായ വിഷമസ്ഥിതികൾ തീർന്നു കിട്ടി ജോലി സ്ഥിരപ്പെട്ട് കിട്ടാനും ഉള്ള ജോലിയിൽ നിന്ന് ഉയർന്ന ജോലി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിൽ ഉന്നതിയിലെത്താൻ വേണ്ടിയിട്ടും നല്ല പ്രാർത്ഥിക്കുക. കിഴക്കേ നടക്കിൽ തൊഴുമ്പോൾ അഷ്ടനാഗങ്ങളെ സങ്കല്പിച്ച് തൊഴുത് കുറച്ച് പൂവ് കളത്തിക്കിടുക, കളന്നോട്ട് നിറവിലേക്കുക. അങ്ങനെ തെക്കേ നടക്കിൽ വന്നാൽ അവിടെ ഗണപതി സങ്കല്പമാണ്. വിഘ്നങ്ങൾ തീർത്ത് തരണേ ഗണപതി ഭഗവാനെ നല്ല പ്രാർത്ഥിച്ച് കാർത്തിക്ക് പൂട്ട് തൊഴുക, കളന്നോട്ട് നിറവിലേക്കുക. പടിഞ്ഞാറ് നടക്കില് ഗരുഡ സങ്കല്പമാണ്. അവിടെ ഗരുഡ ഭഗവാനെ സങ്കല്പിച്ച് തൊഴുത് പൂവ് കളത്തിക്കിടുക, കളന്നോട്ട് നിറവിലേക്കുക. വടക്കേ നടക്കിൽ വന്നാൽ ഭഗവതി സങ്കല്പമാണ്. അവിടെ ഭഗവതിനെയും ഭഗവതിയുടെ പരിവാരങ്ങളെയും സങ്കല്പിച്ച് തൊഴുത് പൂവ് കളത്തിക്കിടുക. അങ്ങനെ ഒരു പ്രദക്ഷിണത്തോട് കൂടിയിട്ട് ഒരു ഭാഗത്ത് പോയിരിക്കുക, എന്നിട്ട് മുഖത്തോട് മുഖം നോക്കിയിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുക. നന്നായിക്കോട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. അപ്പൊ 4 നടക്കിലും ആദ്യം കിഴക്കേ നടക്കില് പൂവിട്ട് തൊഴുവോ, അത് കഴിഞ്ഞ് തെക്കേ നടക്കില്, അത് കഴിഞ്ഞ് പടിഞ്ഞാറേ നടക്കില്, അത് കഴിഞ്ഞ വടക്കേ നടക്കില്. എല്ലാ താരക്കാരും പൂവ് വാങ്ങി കഴിഞ്ഞാൽ കളത്തിക്ക് പ്രാർത്ഥിച്ച് തൊഴുക, കളത്തിക്ക് പൂവിടുക, കളം തൊട്ട് നിർമ്മിക്കുക. അത് കഴിഞ്ഞാൽ താരത്തിന് ശ്രീനാഗരാജ വാഴ്ക വാഴ്ക, ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക, ശ്രീനാഗരാജ വാഴ്ക വാഴ്ക, ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക.
അഷ്ടനാഗങ്ങളിൽ ശ്രേഷ്ഠനാകും ഇഷ്ടേശ്വരൻ ദേവൻ വാഴ്ക വാഴ്ക. നെല്ലും ധനവും ഏറിടുവാൻ പൊന്നും തിരുവടി വാഴ്ക വാഴ്ക. ശ്രീനാഗരാജ വാഴ്ക വാഴ്ക. ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക. എല്ലാം അറിയുന്ന തമ്പുരാനെ, എല്ലാം അരുളുന്ന തമ്പുരാനെ, കാലങ്ങളായുള്ള പുത്രദുഃഖം കാണാതിരിക്കുവാൻ എന്തുമൂലം? ഉണ്ണിക്കളികളും കണ്ടിടുവാൻ, ഉണ്ണിച്ചിരിയൊച്ച കേട്ടിടുവാൻ, ചുറ്റുവലം വച്ച് തൊഴുതു ഭക്തർ ഉരുളി കമഴ്ത്തുന്നേ തമ്പുരാനെ. സന്തതി സൗഭാഗ്യം നൽകിടേണം, സംഘർഷണാനിത്യം കാത്തിടേണം. ശ്രീനാഗരാജ വാഴ്ക വാഴ്ക. ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക. മുട്ടയും കാഴ്ചവയ്ക്കാം, ഉപ്പും മഞ്ഞളും നേർച്ചവയ്ക്കാം. കമുകിൻ പൂമാലയിൽ ശോഭിച്ചിടും കമനീയ രൂപത്തെ കൈവണങ്ങാം. മാമുനി പുങ്കവൻ പരശുരാമൻ ചേലിൽ പ്രതിഷ്ഠിച്ച ദൈവമല്ലോ. ആയുസ്സും അർത്ഥവും വന്നു ചേരാൻ ആദിശേഷൻ നിത്യം വാഴ്ക വാഴ്ക. നൂറും പാലും ഇഷ്ട പൂജയാക്കി വാഴുന്ന തമ്പുരാൻ വാഴ്ക വാഴ്ക. പുത്രലാഭത്തോടെ നിന്റെ മുന്നിൽ ഉരുളി മലർത്തുന്നേ നാഗരാജ. ശ്രീനാഗരാജ വാഴ്ക വാഴ്ക. ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക. ശ്രീനാഗരാജ വാഴ്ക വാഴ്ക. ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക.
ശ്രീനാഗരാജ വാഴ്ക വാഴ്ക ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക ആദിമൂലം വെട്ടിക്കോട് വാഴുന്ന ദൈവങ്ങൾ വാഴ്ക വാഴ്ക അഷ്ടനാഗങ്ങളിൽ ശ്രേഷ്ഠനാകും ഇഷ്ടേശ്വരൻ ദേവൻ വാഴ്ക വാഴ്ക നെല്ലും ധനവും ഏറിടുവാൻ പൊന്നും തിരുവടി വാഴ്ക വാഴ്ക ശ്രീനാഗരാജ വാഴ്ക വാഴ്ക ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക എല്ലാം അറിയുന്ന തമ്പുരാനെ എല്ലാം അരുളുന്ന തമ്പുരാനെ കാലങ്ങളായുള്ള പുത്രദുഃഖം കാണാതിരിക്കുവാൻ എന്തുമൂലം ഉണ്ണിക്കളികളും കണ്ടിടുവാൻ ഉണ്ണിച്ചിരിയൊച്ച കേട്ടിടുവാൻ ചുറ്റുവലം വച്ച് തൊഴുതു ഭക്തർ ഉരുളി കമഴ്ത്തുന്നേ തമ്പുരാനെ സന്തതി സൗഭാഗ്യം നൽകിടേണം സംഘർഷണാനിത്യം കാത്തിടേണം ശ്രീനാഗരാജ വാഴ്ക വാഴ്ക ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക പുറ്റും മുട്ടയും കാഴ്ച വയ്ക്കാം ഉപ്പും മഞ്ഞളും നേർച്ച വയ്ക്കാം കമുകിൻ പൂമാലയിൽ ശോഭിച്ചിടും കമനീയ രൂപത്തെ കൈവണങ്ങാം മാമുനി പുങ്കവൻ പരശുരാമൻ ചേലിൽ പ്രതിഷ്ഠിച്ച ദൈവമല്ലോ ആയുസ്സും അർത്ഥവും വന്നു ചേരാൻ ആദിശേഷൻ നിത്യം വാഴ്ക വാഴ്ക നൂറും പാലും ഇഷ്ട പൂജയാക്കി വാഴുന്ന തമ്പുരാൻ വാഴ്ക വാഴ്ക പുത്രലാഭത്തോടെ നിന്റെ മുന്നിൽ ഉരുളി മലർത്തുന്നേ നാഗരാജ ശ്രീനാഗരാജ
ശ്രീനാഗരാജാ വാഴ്ക വാഴ്ക, ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക.
യക്ഷിയമ്മ വാഴ്ക വാഴ്ക. ആദിമൂലം വെട്ടിക്കോട് വാഴുന്ന ദൈവങ്ങൾ വാഴ്ക വാഴ്ക. അഷ്ടനാഗങ്ങളിൽ ശ്രേഷ്ഠനാകും ഇഷ്ടേശ്വരൻ ദേവൻ വാഴ്ക വാഴ്ക. നെല്ലും ധനവും ഏറിടുവാൻ പൊന്നും തിരുവടി വാഴ്ക വാഴ്ക. ശ്രീനാഗരാജ വാഴ്ക വാഴ്ക. ശ്രീനാഗയക്ഷിയമ്മ വാഴ്ക വാഴ്ക. എല്ലാം അറിയുന്ന തമ്പുരാനെ, എല്ലാം അരുളുന്ന തമ്പുരാനെ, കാലങ്ങളായുള്ള പുത്രദുഃഖം കാണാതിരിക്കുവാൻ എന്തുമൂലം? ഉണ്ണിക്കളികളും കണ്ടിടുവാൻ, ഉണ്ണിച്ചിരിയൊച്ച കേട്ടിടുവാൻ, ചുറ്റുവലം വച്ച് തൊഴുതു ഭക്തർ ഉരുളി കമഴ്ത്തുന്നേ തമ്പുരാനെ. ഇദ്ദേഹമാണ് കളത്തിക്കമ്മള്. കളത്തിലെ പൂജകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. നാഗായിട്ട് സങ്കല്പിച്ച് കളത്തിൽ തുള്ളായിരിക്കുന്നതാണ് ഇവർ. ഇത് ഈ തറവാട്ടിലെ പഴയ കാരണവരായ കൃഷ്ണമ്മാവനായിട്ട് സങ്കല്പിച്ചിരിക്കുന്നവരാണ്. ഇത് നമ്മുടെ മണിനാഗം, കളത്തിൽ തുള്ളായിരിക്കണം. ഇത് കരിനാഗം, ഇവർ ഭഗവതിയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. അങ്ങനെ തുള്ളാനിരിക്കുന്ന 5 കോമരങ്ങളും കളത്തിക്കമ്മളുമാണ്. ഈ പാമ്പൻ തുള്ളലിലെ മുഖ്യ ആളുകൾ ഇവർ 5 പേരും കളത്തിലിരുന്ന് തുള്ളും. ആ തുള്ളുന്ന വീഡിയോ നമുക്ക് എടുക്കാനുള്ള അനുവാദമില്ല. എന്നിങ്ങനെ 96 മഹാവ്യാധികൾ വരം കൊടുത്തു ഭാവിക്കല്ലേ. കന്നിന്റെ കന്നുകാളയ്ക്കോ വാരി വിതച്ചൊരു വിത്തിനോ സുത്തിനോ സ്വരൂപങ്ങൾക്കോ ആളടിയാട്ടം കണ്ട് കേടുവിളയാട്ടം വരുത്താതെ കണ്ട് പുറമേ കാത്തുരക്ഷിപ്പാനും പറയോ ഇന്നടിയാൾ വെച്ചതൊരു കോമരത്തുമ്മേ കൊണ്ടാടുവാനും കുഴഞ്ഞാടുവാനും വായോ നാഗരാജവേ ഭൂതേക്ഷി ഭൂതരാജവേ പറക്കുംപറ നാഗഭൂതത്താനേ. ചൊല്ലിയതോട് ചൊല്ലുകേട്ട് അത്തിമേൽ നീരട്ടി നീർക്കാഞ്ഞിരം പാലൊഴുകും പയ്യാവൃക്ഷത്തുമേൽ 12 കൊല്ലം 10 വിളർത്തി പടം ചുരുക്കി അരയിരിപ്പാനായി
ഭൂമി തെളിഞ്ഞു തറവാട് തെളിഞ്ഞു പുത്രന്മാരും തെളിഞ്ഞു വർദ്ധിപ്പാനുമാവട്ടെ. ഇപ്പോൾ സമയം 12 മണിയായിരിക്കണു. ഉറക്കം വരാതിരിക്കാനുള്ള പരിപ്പുവടയും കട്ടൻ ചായയൊക്കെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.